ഞാൻ ആദ്യമായിട്ടാ ഒരാളെ സ്നേഹിക്കുന്നത്. ധനുഷിനൊപ്പം എങ്ങനെയുള്ള ജീവിതം ഈശ്വരൻ തന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം. ഇഷ്ടക്കൂടുതലുള്ളിടത്ത് പരാതിയും പരിഭവവും ഒന്നുമില്ലല്ലോ. ഞാനും ഒരാളെ സ്നേഹിക്കുന്നത് ആദ്യമായിട്ടാ. ഇപ്പൊ തോന്നുന്നു കുറെ കാലം മുൻപ് തന്നെ പരിചയപ്പെടണമായിരുന്നു. ആരും അറിയാതെ പ്രണയിക്കുന്ന സുഖം ആവോളം അനുഭവിച്ചിട്ട് മതിയായിരുന്നു ഈ വിവാഹം. രഹസ്യമായി പ്രണയിച്ച് ആരും കാണാതെ സിനിമയ്ക്കൊക്കെ പോയി, ആരും കാണാതെ തമ്മിൽ കണ്ട് സംസാരിച്ച്, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ എപ്പോ വേണേലും കാണാം, സംസാരിക്കാം, കറങ്ങാൻ പോവാം. അപ്പൊ കൂടുതൽ ഇഷ്ടം കള്ളത്തരം കാണിക്കുന്നതിലല്ലേ? ഒരു പ്രത്യേക ഫീലല്ലേ അത്. കള്ളത്തരങ്ങൾ പ്രണയത്തിലേക്ക് വരുമ്പോ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. താനൊന്ന് ഓർത്തു നോക്കിയേ, നമ്മളിവിടെ ആരും അറിയാതെ പ്രണയിക്കുകയാണെന്ന് കരുതുക. ആരും അറിയാതെ താനിപ്പോൾ എന്നെ കാണാൻ വന്നൊന്നും കരുതുക. പെട്ടെന്ന് തൻ്റെ സച്ചിയേട്ടൻ ഇങ്ങോട്ട് വന്നാൽ എന്താ സംഭവിക്കുക? ഞാൻ ധനുഷിന് ചായയും കൊണ്ടുവന്നതാ. അറിഞ്ഞു. ചായ കൊണ്ടുവന്നോളെ ഇതുവരെ കണ്ടില്ലെന്ന് അർച്ചന പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏതൊരു ഭർത്താവിനും ആഗ്രഹിക്കാം താൻ ഉറക്കം എഴുന്നേൽക്കുമ്പോ ഭാര്യ ഒരു കപ്പ് ചായയായിട്ട് നിൽക്കണമെന്ന്. അതുപോലെ ധനുഷിന് ആഗ്രഹം കാണും, അതൊക്കെ എനിക്ക് മനസ്സിലാവും. ആ ആഗ്രഹമൊക്കെ ധനുഷിന്റെ വിവാഹം കഴിഞ്ഞ് ആ ഭാര്യയോട് മതി, എന്റെ അനിയത്തിയോട് വേണ്ട. നീ നെല്ലിശ്ശേരി ഗ്രൂപ്പിന്റെ ഓണറിൽ ഒരാളാ, ഇവൻ അവിടുത്തെ സ്റ്റാഫും. അതായത് നിന്റെ ശമ്പളക്കാരനാണ് ഈ നിൽക്കുന്ന ധനുഷ്. നീയൊരു ചായ കൊണ്ട് കൊടുക്കുന്നതില് യാതൊരു തെറ്റുമില്ല. ചായ കുടിച്ച് ഇയാൾക്ക് ഉന്മേഷം ഉണ്ടായാലേ ഇയാളുടെ ജോലി നല്ല രീതിയിൽ നടക്കൂ. അങ്ങനെ നടന്നാലേ നമുക്ക് ലാഭം കിട്ടൂ. ആ ലാഭം നോക്കി മാത്രമാവണം നിന്റെ പ്രവൃത്തികളും. അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ഒരു ലാഭവും നീ ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. നിന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് പറയാൻ മടിച്ച ഞാൻ ഇത്രയും വിവരിച്ചു പറഞ്ഞത്. അതിന് നിന്റെ മുഖത്ത് നോക്കി പറയണോ?